ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അഴിഞ്ഞു വീഴാനുള്ള ഒരു സാധനവുമില്ല. ഷഹനാസിന് IAS ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റും ഷഹനാസിന് ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആ പോസ്റ്റ് വായിച്ചിട്ടോ എന്ന മറുപടിയും പറയാം. അദ്ദേഹം ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഷഹനാസിന്റെ ആണെന്ന് തോന്നുന്നു. തൂക്കിയല്ലോ നാഥ. തനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടി എന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു. ശേഷം കോളേജിലും പുറത്തും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു. ഒന്നാം റാങ്ക് കിട്ടി അല്ലേ? ഒന്നാം റാങ്ക് മാറി ഇപ്പൊ രണ്ടാം റാങ്ക്. എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാകുന്നു. തട്ടിപ്പാണല്ലേ, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്. ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അഴിഞ്ഞു വീഴാനുള്ള ഒരു സാധനവുമില്ല. അങ്ങനെ എന്തെങ്കിലും അഴിഞ്ഞു വീഴാനുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല. സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു. ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിക്കുന്നുണ്ട്. അധിക്ഷേപിച്ചോളൂ. ഇതിന്റെ മുമ്പ് തന്നെ ഈ കോഴീനെ രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ പുരുഷന്മാർ പൊതുവെ അധിക്ഷേപം കേൾക്കാൻ വിധിപ്പെട്ടവരാണ്. ഷഹനാസ് അക്ഷരാർത്ഥത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയപ്പൂട്ട് കൈത്ത പോലെയായി. രാഹുൽ ഒരു ചെറു വിരൽ അനക്കില്ല, അല്ലെങ്കിൽ രാഹുൽ ഒന്നും മിണ്ടില്ല എന്ന് ധരിച്ചായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ സംസാരങ്ങൾ നടത്തിയിരുന്നത്. ഈ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നീ മാനനഷ്ട കേസിന് പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം. എന്നാൽ രാഹുൽ കട്ടക്ക് ഇറങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഷഹനാസിന് വെറുതെ വിടില്ല, കേസ് കൊടുക്കുമെന്ന്. ഷഹനാസിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്തം കമ്മികൾ മാത്രമേ ഉള്ളൂ. സംഘികൾ അതിന് തയ്യാറാവുന്നില്ല. അന്തം കമ്മികൾ മാത്രമേ ഉള്ളൂ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. നാളെ P സരിനെ പോലെ ഷഹനാസ് അവരുടെ ഭാഗമാവുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാവാം ഇപ്പോൾ അവർ പിന്തുണയുമായി രംഗത്തുള്ളത്. എന്തായാലും ഷഹനാസ് IASന്റെ ജീവിതകഥ അവിടെ തുടരട്ടെ. നിന്നെ വളർത്തിയത് ഒരു അമ്മയല്ലേ, എന്നെ വളർത്തിയത് ഒരു ഉമ്മയാണ്. ഒരു കാര്യം ഷുവറാണ്, അവള് നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്.